സോ ഗൈസ് നമ്മളിവിടെ പോർക്ക് വേവിക്കാൻ വെക്കുവാണ്. സോ അനഘ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഒഴിച്ചേക്കുന്നത്? ഒഴിച്ചിട്ടില്ല, ഇട്ടിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് പറയൂ. ഇത് 1 കിലോ പോർക്കാണ്. അപ്പൊ ഞാൻ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും കൂടിയിട്ട് ആദ്യം വേവിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് അരിയാൻ വെക്കാറ്. അതിങ്ങനെ തന്നെ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെന്തിട്ട് അരിയാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അനഘ പറഞ്ഞത്. ഇനി ഇതൊക്കെ എത്ര അളവ് വീതമാണ് ഇട്ടേക്കുന്നത് അതുകൂടി ഒന്ന് പറയാമോ? ഓ, അതൊക്കെ അനഘയുടെ അളവാ ഗൈസ്. അനഘയുടെ ഏകദേശം ഉദ്ദേശം വെച്ച് ഇട്ടതാണ്. നല്ലതാണെങ്കിൽ ഞങ്ങൾ അളവെല്ലാം കറക്റ്റ് ആയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ബോസ് ഇപ്പൊ ഇവിടെ സവോള അരിഞ്ഞോണ്ടിരിക്കുവാണ്. നോക്കൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 4 സവോളയാണ് എടുത്തേക്കുന്നത്. 4 സവോള എടുത്തിട്ടുണ്ട്. ഒരു ഇത്രയും വലുപ്പത്തിനുള്ള ഒരു 2 ഇഞ്ച് വലുപ്പത്തിനുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 2 3 4 5 6 7 പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ ഗോയ്സ്. ഇതിനൊന്നും ഒരു കണക്കില്ല. ഇതെല്ലാം അനഘയുടെ കണക്ക് മാത്രമാണ്. ഇത് നല്ല ആവോന്ന് വെച്ച് കഴിഞ്ഞിട്ട് പറയാം. അതെ. അപ്പൊ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്താ പുട്ടുപൊടി വേണമെന്ന് നോക്കാം. ഞങ്ങള് 4 പേരുടെ കണക്കാട്ടോ ഗൈസ് ഇതിന്റെ അകത്ത് ഇടുന്നത്. അങ്ങനെ കണക്കൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാലോ. പുട്ടുപൊടി, ജീരകം ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നില്ല. ഉപ്പ് ഇത്ര മതിയായിരിക്കുമല്ലോ. ഞങ്ങൾക്കറിയില്ല. ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ ചൂടുവെള്ളം മേടിച്ചത്. ഗ്രേറ്റഡ് കോക്കനട്ട് അങ്ങനെ കിട്ടും നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കാൻ ഉദ്ദേശിക്കുന്നത്. കൈ പൊള്ളുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു കാണാം. കൈ പൊള്ളുമല്ലോ. ചൂടുണ്ട്. ഒരു പുട്ടിന്റെ പരുവത്തിൽ കിട്ടണം. പാക്കേജ് ഉണ്ടെന്നുള്ളത് നമ്മൾ സലാഡ് പാക്കേജ് വന്നിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചിട്ട് അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. കുക്കിംഗ് ബ്ലോഗിന്റെ ഇടയ്ക്ക് ഒരു അൺബോക്സിംഗ് കൂടെ ഉണ്ട്. ഒരു ജാക്കറ്റും ബ്ലാക്ക് ഫ്രൈഡേ ഡീലിന് വാങ്ങിയതാണ്. ഇതിപ്പം ഒരു ബ്ലേസറുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ടുണ്ട്. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ ഡ്രസ്സൊക്കെ. ഒരു ബ്ലേസർ വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. ഇത് വലുതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ചെറുതായി പോയെങ്കിലും ഈ ജാക്കറ്റ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടത്. തണുപ്പോ? ഇതിന്റെ ഒരു തണുപ്പ് കൊള്ളാം. ഗൈസ്, നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു 3 വിസിൽ കഴിഞ്ഞു. എത്ര നേരം വെച്ചു. ഇത് അരിയണം ഗൈസ്. നല്ല ചൂടുണ്ട്. നല്ല മണമുണ്ട് ഗൈസ്. നമ്മൾ ആ വെള്ളം കളയുന്നില്ല. അതങ്ങനെ തന്നെ എടുത്തു വെക്കണം. നമ്മൾ ചാറോട് കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വലിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പോവാണ്. കാരണം നല്ല ചൂടാണ് ആയതിനാൽ പിടിക്കാൻ പോലും വയ്യന്റെ അമ്മോ. നമ്മള് പുട്ടും പോർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് ഇതിന്റെ റിവ്യൂ പറയണം. അച്ചാർ ഇന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് വന്നാണ്. എന്റെ വായിക്കോടെ വെള്ളം വരുന്നുണ്ട്. നാരങ്ങയാണ് ഗൈസ് വാങ്ങിയത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പോർക്ക് കൂട്ടാത്തതാണ്, ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ടുണ്ട്. അച്ചാറും കൊള്ളാം. അച്ചാറിന് കുറച്ച് ഉപ്പുണ്ട്. ബാക്കിയെല്ലാം അടിപൊളി. സൂപ്പർ.